അപ്പം നമ്മളൊരു ഒരു 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 അഭിപ്രായം പറഞ്ഞു, സത്യമാണ്. പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം, പിറ്റേ ദിവസം പത്രങ്ങളിൽ എല്ലാവരും ചോർത്തി കൊടുത്ത് അത് വന്നതാണ്, സത്യമാണ്. പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അത് പുറത്താക്കുന്നു. അത് ഒരു ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അപഹാസ്യമായ ഏറ്റവും വലിയ ഒരു ഗതികേടാണ്. അപ്പോൾ അത് എൻ്റെ ആത്മാഭിമാനത്തിന് ഏൽപ്പിച്ച ഒരു വലിയ മുറിവുണ്ട്. ആ മുറിവ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. അതൊക്കെ അദ്ദേഹം പറയട്ടെ. ഈ 6 മാസക്കാലമായി ഇപ്പോൾ അവിടെ നിന്ന് എന്നെ പുറത്താക്കിയിട്ട്, ഈ 6 മാസം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങൾ ഒരാൾ പോലും, ഏറ്റവും താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഈ വിഷയത്തിൽ എനിക്ക് ലഭിച്ചിട്ടുമില്ല, ഈ നിമിഷം വരെ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. അന്ന് ഞാൻ ഈ ആശാസമരത്തെക്കുറിച്ച് സൂചിപ്പിച്ച ആ സാംസ്കാരിക സംഗമം, അത് ഡിസംബർ 20 മുതൽ കൊച്ചിയിൽ നടന്നു. നിങ്ങളറിയണം, ആ സാംസ്കാരിക സംഗമത്തിൻ്റെ ഒരു അറിയിപ്പ് പോലും എനിക്ക് നൽകിയില്ല, ഒരു ക്ഷണം പോലും എനിക്ക് നൽകിയില്ല. പിന്നീടുള്ള ഒരു പരിപാടികൾക്ക് പിന്നെ അവർ ആ രീതിയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സിനിമാ കോൺക്ലേവ്, സിനിമാ നയരൂപീകരണ സമിതിയിലെ അംഗമാണ് ഞാൻ. ആ സിനിമാ നയരൂപീകരണ സമിതിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ കോൺക്ലേവിന് ശേഷം പിന്നെ എന്നെ അവിടുന്ന് പുറത്തായതിനു ശേഷം ഒരു കാര്യം എന്നെ അറിയിച്ചിട്ടില്ല. സിനിമാ നയരൂപീകരണ സമിതിയിലെ എല്ലാ ചർച്ചകളിലും സിനിമാ സംഘടനകൾ, ടെലിവിഷൻ സംഘടനകൾ, എല്ലാ സംഘടനകളും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളുമായി നിരന്തരം ചർച്ചകൾ, അത് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഇങ്ങനെ നിരന്തരം എല്ലാ ചർച്ചകളും നടത്തി അതിലെല്ലാം അവരുമായിട്ട് സംവദിച്ച ഒരാൾ, ചലച്ചിത്ര നയരൂപീകരണ സമിതി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച, നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ അത് കൊടുത്ത ആ ആളിനെ ഇപ്പോൾ അതിൻ്റെ ഒരു വിവരം പോലും അറിയിച്ചിട്ടില്ല. മറ്റൊന്നും കൂടിയുണ്ട്. എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന കഴക്കൂട്ടത്ത് തൊട്ടപ്പുറത്ത് ഒരു 3-4 ദിവസം മുമ്പ് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് വന്നു, ഒരു ഓഡിറ്റോറിയം, ഒരു ഉദ്ഘാടനത്തിന്. ആ പരിപാടി തൊട്ടപ്പുറത്തുള്ള എന്നെ അറിയിച്ചിട്ടില്ല. ഒരു അറിയിപ്പ് തരാമല്ലോ, എന്നെ ക്ഷണിക്കണ്ട, ഒരു അറിയിപ്പ് തരാം. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോർപ്പറേഷൻ്റെ ഒരു സോണൽ ഓഫീസ് കഴക്കൂട്ടം, അവിടെ ഒരു വലിയൊരു ലോഡ്ജും എല്ലാം കൂടി ചേർന്ന് ഒരു സമുച്ചയം, ദാക്ഷായണി വേലായുധൻ മെമ്മോറിയൽ, ഒരു വലിയ സമുച്ചയം, അതിൻ്റെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ മാസം അത് നടന്നു. തൊട്ടപ്പുറത്തുള്ളതാണ്. അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. അതെന്നെ അറിയിച്ചില്ല. അപ്പോൾ ഇത് പൂർണ്ണമായും എന്നെ അവഹേളിക്കുന്ന ഒരു സമീപനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാനൊരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്പേസിൽ എങ്ങനെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ഞാൻ പിന്നെ ഒരു നിലപാടുകൾ പറയുന്നത് ഇന്നോ ഇന്നലെയല്ല. സെക്രട്ടേറിയറ്റ് നടയിൽ മുമ്പ് ആദിവാസി സമരം നടക്കുമ്പോൾ ഞാൻ അവിടെ പോയി അവർക്ക് അഭിവാദ്യം അർപ്പിച്ച ആളാണ്. എൻഡോസൾഫാൻ സമരം നടക്കുമ്പോൾ അവിടെ പോയിട്ട് ഞാൻ ദയാബായിയൊക്കെ വന്നപ്പോൾ അവിടെ അഭിവാദ്യം അറിയിച്ച ആളാണ് ഞാൻ. അതുപോലെ മറ്റ് കരിമണൽ സമരമായിരുന്നാലും തുടങ്ങിയ എല്ലാ അത്തരം സമരങ്ങളുടെയും ഒക്കെ ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അതൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ, ഒരു സാധാരണ കലാപ്രവർത്തകൻ. ഞാൻ വന്നത് നാടകങ്ങളിൽ നിന്നാണ്, നാടകത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നും കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോൾ ഇയാൾ എന്തോ അധികാരം പോയപ്പോൾ അയാൾക്ക് എന്തോ ഒരു പ്രശ്നമായി, ഒരു സ്ഥാനം പോയപ്പോൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 35 വർഷത്തോളമായി ഞാനൊരു സഹയാത്രികനായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും ഒരു സാംസ്കാരിക മുഖമായിട്ടുണ്ടായിരുന്ന ആളാണ്. 35 വർഷം. നിങ്ങൾ ഏതെങ്കിലും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പ്രേംകുമാർ എന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ? ഇത് കൊടിയേരി ബാലകൃഷ്ണൻ സഖാവ് എന്നെ ഇത് ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം അത് ഞാൻ തുടർന്നതാണ്. ഇനി എനിക്കങ്ങനെ ഒരു അധികാര കൊതിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോടുള്ള കൊതിയോ ആണെങ്കിൽ ഞാനിപ്പോൾ മറ്റു സാംസ്കാരിക നായകന്മാർ മൗനം പാലിക്കുന്നത് പോലെ വായില്ല കുന്നിൽ അപ്പനായി ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാതെ എൻ്റെ കാര്യം നോക്കി ഞാൻ ഇരുന്നാൽ പോരെ? ആശാസമരം പരിഹരിക്കണമെന്ന് ഞാൻ എന്തിനാ ആവശ്യപ്പെടണം? അങ്ങനെ ആവശ്യപ്പെടാതിരുന്നെങ്കിൽ, നിശബ്ദനായിരുന്നെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒരു അക്കാഡമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ അത് വേണ്ട, അത് പോയാലും പോട്ടെ, എൻ്റെ അഭിപ്രായം പറയണം എന്ന ധീരമായ ഒരു നിലപാടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു സ്ഥാനമാനം എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ സൈബർ പോരാളികളൊക്കെ എനിക്കെതിരെ വരുന്ന ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ഞാനാണെന്ന രീതിയിൽ ചിത്രീകരിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സിനിമയും ഇല്ലാതിരുന്ന ഒരുത്തൻ, ഒരു കോമാളി വേഷങ്ങൾ ചെയ്ത ഒരുത്തൻ, ഒരു വട്ടപൂജ്യം.
ശരിയാണ്, ഞാനൊരു നിസ്സാരനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിസ്സാരനായ ഒരു മനുഷ്യനെ, ഒന്നുമല്ലാത്ത ഒരാളെ, ഇത്രയും വലിയ ഒരു ബുദ്ധിമാന്മാരും ബുദ്ധിജീവികളും ഒക്കെയുള്ളൊരു മഹാപ്രസ്ഥാനം, അവരുടെ ഒരു സാംസ്കാരിക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുത്തി എന്ന് പറയുന്നത് അത് അവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാമോ?